ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എണ്ണ കാച്ചാന്ന് കരുതി ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ എണ്ണ കാച്ചുന്നതിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് ഇപ്പം യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ഒരു കൂട്ടമല്ല 2-3 കൂട്ടം ഞാൻ പറയാൻ മറന്നുപോയി. കുഴിയുണ്ടാൻ എന്ന് പറയുന്നൊരു സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഭൃംഗരാജനില്ലേ, അതിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ കുരുമുളക് ഒരു ലേശം ഇടണം. കാരണം രാപ്പനി കൊള്ളുന്നവരുണ്ടെങ്കിൽ മൈഗ്രീനും പിന്നെ രാത്രി മാത്രം ഒരുമാതിരി ചെറുതായിട്ട് പനിയുടെ അവസ്ഥ ഉണ്ടാവുന്നവർക്ക് പിന്നെ ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് ഇച്ചിരി കുരുമുളക്, ജീരകം, ഇതും കൂടെ ഇട്ട് എണ്ണ കാച്ചണം. അപ്പോഴത്തേക്കും നമുക്ക് ഈ തലയിലുണ്ടാകുന്ന മൈഗ്രെയിൻ, നമ്മൾ കുളിക്കുമ്പോൾ തലയിൽ ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ ഇത് കാരണമാണ് നമുക്ക് ഇതുപോലെ ഉണ്ടാകുന്നത്. പിന്നെ മൈഗ്രെയിൻ ഉണ്ടാകുന്നതും തലനീര് കെട്ടി ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നതും മുടി കൊഴിച്ചില്ല. അത് എന്തൊക്കെ തേച്ചിട്ടും മുടി നിൽക്കുന്നില്ല, മുടി കൊഴിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് പറയുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്. പിന്നെ ഇത് നമ്മൾ മസ്റ്റായിട്ടും അത് കുരുമുളക് ഇടണം. പിന്നെ ഒരു ലേശം ജീരകം, പിന്നെ ഉലുവയെന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് എപ്പോഴും തണുപ്പ് നിലനിർത്താനും മുടി എപ്പോഴും ഒരു എന്താ പറയുക, ചൂടാവത്തില്ല, തലമണ്ട ചൂടാവാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു സാധനമാണ് ഉലുവ. അപ്പം മുടിക്ക് നല്ല ഗ്ലേസിങ് ഉണ്ടാവും. അത് തേക്കുമ്പോൾ നമ്മുടെ കണ്ണിനൊക്കെ കണ്ണിൻ്റെ ഈ വെള്ള ഇതെന്ന് പറയുന്നത് ഒരുമാതിരി എപ്പം നോക്കിയാലും ചുമന്നിട്ട് എന്തോ കണ്ണിൽ വീണ് ഒരു വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന വ്യക്തികൾ ഇഷ്ടം പോലെ പേര് കാണും. പിന്നെ ഈ വെളിയിലൊക്കെ ജോലി ചെയ്യുന്ന പാവത്തുങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ പൊല്യൂഷനൊക്കെ അടിച്ചിട്ട് കണ്ണൊക്കെ ചുമന്നിട്ട് ഒരു രക്ഷയില്ലാണ്ട് കൺപോളയൊക്കെ ഒരുമാതിരി എപ്പം നോക്കിയാൽ നേരം വെളുത്ത് വരുമ്പോൾ വീങ്ങിക്കെട്ടിയിരിക്കും. കാരണം കണ്ണിൽ അത്രമാത്രം പൊല്യൂഷൻ പോയിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നതുകൊണ്ടാണ്. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ഉണ്ടാവും ഇതുപോലെ നല്ല തെളിഞ്ഞ്, കൃഷ്ണമണിയും ഈ വെള്ളയും ഒരുപോലെ ഇരിക്കണം, ഈവണായിട്ടിരിക്കണം. അല്ലാണ്ട് കൃഷ്ണമണി തനിയെ തള്ളിയും ഈ കണ്ണിൻ്റെ ആ വെള്ള വേറെയും നിന്ന് കണ്ണെല്ലാം ചുമന്ന് റെഡിഷായിട്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാകും, കണ്ണിലേക്ക് ഒരുമാതിരി വല പോലത്തെ ഒരു സാധനം വന്ന് വീഴും, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചേർക്കുന്നത്. പിന്നെ ചെറുതായിട്ട് ചെറിയ ഉള്ളി ചേർക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ചേർക്കേണ്ട വകയുള്ള എല്ലാം നമ്മൾ എണ്ണയിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പം കറ്റാർ വാഴപ്പോളയും ആലുവേറ, ചിലർക്ക് കറ്റാർ വാഴപ്പോള എന്ന് പറഞ്ഞാൽ ചിലപ്പം അവർക്ക് എന്തോ പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആലുവേറ എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. ചിലർക്ക് സാധാ ഗ്രാമവാസികൾ, എന്നെ പോലുള്ള ഗ്രാമത്തിലൊക്കെ ജീവിക്കുന്നവർക്ക് കറ്റാർ വാഴപ്പോള എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളിതെല്ലാം ചേർത്തിട്ടുണ്ട്, ചേർക്കേണ്ട എല്ലാ വകകളും ചേർത്തിട്ടുണ്ട്. നല്ല എണ്ണ നല്ല പോലെ സെറ്റായി വരുന്നുണ്ട് ഗൈസ്. അത് നമുക്ക് അതിൻ്റെ മണം അടിക്കുമ്പോൾ അത് വാരി ഇങ്ങനെ തിന്നാൻ തോന്നും. ആ പരുവത്തിന് ഇത് ഇങ്ങനെ ആയി വരും. ഇതെല്ലാം എണ്ണ നല്ല പോലെ ഇറങ്ങി ആലുവേറയല്ല നല്ല മൊരന്ന് ആവണം. അപ്പോഴേ ഇത് എണ്ണയാണെങ്കിൽ തൻ്റെ ഇപ്പോൾ കറുകറുത്ത വേണ്ട ആ ഒരു ലെവലിൽ എത്തി. വീഡിയോയ്ക്ക് നല്ല ഇതില്ല. അത് കിടന്ന് നല്ല പോലെ സെറ്റാവട്ടെ ഗൈസ്. ഒരു വീഡിയോ എടുത്ത് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും മീനിനെ കാണണം, ചേനയെ കാണണം, ചേമ്പിനെ കാണണം. ഇങ്ങോട്ട് വാ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. നമ്മളുടെ എണ്ണ കാച്ചുന്ന ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിൽ ഉള്ള ഗുണവും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലനീര് കെട്ടുകയോ, എണ്ണ കാച്ചുന്നതിൽ നിറയെ വിഷയങ്ങളുണ്ട്.
ചുമ്മാ കുറേ എണ്ണ തേച്ചിട്ട് ആ എണ്ണ തേച്ചിട്ട് ശരിയായില്ല, ഈ എണ്ണ തേച്ചിട്ട് ശരിയായില്ല, മറ്റേ എണ്ണ തേച്ചിട്ട് ശരിയായില്ല, എല്ലാവർക്കും മുടി വളരുന്നെന്ന് പറയുന്നു, ഞങ്ങൾക്ക് മാത്രം വളരുന്നില്ല. കാരണം ഇതാണ്. ഒന്ന്, ചിലർക്ക് രാപ്പനി കൊള്ളുന്നവരുണ്ട്. രാത്രി മാത്രം ഒരു കിടുങ്ങലില്ലെങ്കിൽ പോലും ഒരുമാതിരി കഫത്തിൻ്റെ ശല്യം ഉണ്ടാവുക, തൊണ്ട അടയ്ക്കുന്ന പോലെ ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് ഇനി എണ്ണ തേച്ച് കഴിഞ്ഞാൽ അതിനും കൂടെ ക്ലിയർ ചെയ്തു പോകുന്ന എണ്ണ തേച്ചെങ്കിൽ മാത്രമേ മുടി വളരുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്, ചിലർക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നം വരുന്നവരുണ്ട്. അത്. പിന്നെ ചിലർക്ക് അലർജി, അല്ലാണ്ട് എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഒട്ടനെ മൂക്ക് ചൊറിയുക, തുമ്മൽ വരിക, അങ്ങനെയുള്ളവർക്കും മുടി വളരുന്ന കാര്യം ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ ചേർത്തുള്ള സൊല്യൂഷൻ ചെയ്ത് പോയെങ്കിൽ മാത്രമേ മുടി വളരത്തുള്ളൂ, മുടിക്ക് നല്ല നീളം വരത്തുള്ളൂ, മുടി നല്ല തിക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇറുകി പിടിച്ച് ഇതുപോലെ വളർന്നു വരികയുള്ളൂ. ഇതുണ്ടോ, ഇതുപോലെ വളർന്നു വരണമെങ്കിൽ ഇതൊക്കെ ചെയ്തെങ്കിലേ പറ്റൂ. ഞാനാണെങ്കിൽ ഈ ക്യാൻസർ പേഷ്യൻ്റുകാർക്ക് മുടിയൊക്കെ മുറിച്ച് കൊടുത്ത് ഇപ്പം എനിക്കുള്ള മുടിയില്ല, അത് തോളിൻ്റെ അടുത്ത് വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയേ ഉള്ളായിരുന്നു. ഇപ്പം എന്തായിരുന്നാലും ഇടുപ്പിൻ്റെ സൈസ് അളവിന് നീളം നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പം ഇനി മുടി വളർത്താനുള്ള തീരുമാനമായി. മുടി പെട്ടെന്ന് എനിക്ക് വളരുന്നതിനനുസരിച്ച് ഞാൻ വെട്ടി അങ്ങ് കൊടുക്കുമായിരുന്നു. പാവമല്ലേ, കഷ്ടമല്ലേ എന്ന് കരുതിയിട്ട്. നമുക്ക് വളരുന്നുണ്ട്, ഇല്ലാത്തവർ എത്രയോ പേരുണ്ടെന്ന് കരുതിയിട്ട്. അപ്പം ഇതാണ് കാര്യം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓ